പഠിക്കാനുള്ള ലാസ്റ്റ് ആൾജിബ്രയാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. 5 ആൾജിബ്രാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇക്വാലിറ്റി ഓഫ് എ മെട്രിക്സസ്, അഡീഷൻ ഓഫ് മെട്രിക്സസ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. 6ാമത്തെ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെട്രിക്സിന്റെ റോസും കോളംസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാന് ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു 1 3 2 5 7 8. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നിങ്ങൾ കാണാൻ പറഞ്ഞു കരുതിക്കോ. ഈ മെട്രിക്സിന് ഞാൻ പേര് കൊടുത്തു എ എന്ന്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസിന് ഞാൻ a⁻t എന്നോ അല്ലെങ്കിൽ a' എന്നോ ഏത് സിംബൽ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് കിട്ടുക എങ്ങനെയാണ്? റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് റോകളെ ഫുള്ള് കോളംസ് ആയിട്ടും കോളംസിനെ ഫുള്ള് റോകളായിട്ടും എഴുതണം. അതായത് ഫസ്റ്റ് റോ ബിക്കം ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് റോ ബിക്കം സെക്കൻഡ് കോളം. അങ്ങനെയെങ്കിൽ ഇതിൽ ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സ് കണ്ടോ 1 3 2, അത് ഫസ്റ്റ് കോളം ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഇതിലുള്ള സെക്കൻഡ് റോ ബിക്കം സെക്കൻഡ് കോളം, അതായത് സെക്കൻഡ് കോളം എന്ത് വരും 5 7 8 എന്ന് വരും. ഇതിനെ പറയുന്ന പേരാണ് എ ട്രാൻസ്പോസ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ എ എന്നുള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? എ എന്നുള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ ഇത് 2 റോസും 3 കോളംസും, അതായത് 2/3 ആണ്. അങ്ങനെയെങ്കിൽ എ ട്രാൻസ്പോസ് എന്നുള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്തായി? ഇതിൽ 3 റോസ് 2 കോളംസ്, അങ്ങനെയാണെങ്കിൽ 3/2 ആണ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ എന്നുള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസിന്റെ ഓർഡർ n/m ആകും. കാരണം എന്താ? നമ്പർ ഓഫ് റോസ് ബിക്കം നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ബിക്കം നമ്പർ ഓഫ് റോസ്. കാരണം റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന മെട്രിക്സിനെയാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം പറയാം. അപ്പൊ എ എന്നുള്ള ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. അതിലുള്ള എലമെന്റ്സ് മെട്രിക്സ് aij ഓഫ് ഓർഡർ m/n ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് എന്താവും? aij എന്നുള്ളത് aji ആവും. ഈ m/n എന്നുള്ളത് എന്താവും? n/m ആകും. ഇതാണ് എ ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ. വേണമെങ്കിൽ പറയാം, ഇങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ പറയാം. A is equal to ഇതാണെന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് aji ഓഫ് ഓർഡർ n/m ആണ് വരിക. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. അടുത്തത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. അതായത് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ആ എയുടെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുക. അതിനെ വീണ്ടും റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം മെട്രിക്സ് തന്നെയല്ലേ കിട്ടുക. അതുകൊണ്ടാണ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയാൻ കാരണം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി a+b ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, അതായത് 2 മെട്രിക്സ് ആഡ് ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നതിന് പകരം എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അവരെ തമ്മിൽ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി എന്നാ പറയുന്നത്. ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇതിൽ തന്നെ വേണമെങ്കിൽ വേറൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. അത് വേറൊരു പ്രോപ്പർട്ടിയുടെ നമ്പർ ആക്കേണ്ട, ഇത് തന്നെയാണ് ശരിക്കും. a-b ഓൾ ട്രാൻസ്പോസ് എന്താ? അത് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ പഠിച്ചിട്ടില്ലേ? അതായത് k ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്നുള്ള ഒരു മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സിനെയും k നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. k എന്നുള്ള ഒരു സ്കേലാർ ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ka ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു എ ട്രാൻസ്പോസ് വേർ k ഇസ് ഈക്വൽ ടു എ സ്കേലാർ. എടാ അതിനർത്ഥം എന്താണ്? ഒരു മെട്രിക്സിനെ k നെ കൊണ്ട്, ഒരു മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും k നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നതിന് പകരം ആ a നെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം k നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടിന്റെ ആൻസറും സെയിം ആണ് എന്നാ പറയുന്നത്. എടാ നാലാമത്തെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് റിവേഴ്സൽ ലോ എന്നാണ് ഇതിനെ പറയാം. റിവേഴ്സൽ ലോ പറയുന്നത് a ഇൻറ്റു ബി AB all transpose is equal to B transpose into A transpose.
ഇതാണ് ലാസ്റ്റ് ഇത് പറയുന്നത്. എടാ എ ബി ഇതിനിങ്ങനെ പ്രോപ്പർട്ടി പറയണമെന്നുണ്ടെങ്കിൽ എ ബി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് പ്രൊഡക്റ്റ് എടുക്കാൻ സാധിക്കണം കേട്ടോ. കാരണം നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളായിരിക്കണത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ലാത്തതിൽ നടക്കൂലല്ലോ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ എന്നുള്ള ഒരു മെട്രിക്സ് അതിന്റെ ഓർഡർ എം ബൈ എൻ ആണ്. ബി എന്നുള്ള മെട്രിക്സ് അതിന്റെ ഓർഡർ എൻ ബൈ പി ആണെങ്കിൽ, അതായത് എ എന്നുള്ള മെട്രിക്സ് അതിന്റെ ഓർഡർ എം ബൈ എൻ, ബി എന്നുള്ള മെട്രിക്സ് അതിന്റെ ഓർഡർ എൻ ബൈ പി ആണെങ്കിൽ മാത്രല്ലേ ഇത് തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എ ബി എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്താ വരിക? എം ബൈ പി മെട്രിക്സ് ആയിരിക്കും. ഇനി അതിന്റെ ട്രാൻസ്പോസ് ആലോചിച്ച് നോക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ ബൈ എം ആണ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു എൻ ബൈ എം മെട്രിക്സ് ആണ്. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതൊരു പി ബൈ എൻ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ ആ ബി ട്രാൻസ്പോസ് ആദ്യം എടുത്തു എന്നായിരിക്കും. അപ്പൊ നമുക്ക് ബി ട്രാൻസ്പോസ് ആദ്യം എടുത്തു. ബി എന്നുള്ളതിന്റെ ഓർഡർ എൻ ബൈ പി ആണെങ്കിൽ ബി ട്രാൻസ്പോസിന്റെ ഓർഡർ എന്താ? പി ബൈ എൻ അല്ലേ. അതേപോലെ എ ട്രാൻസ്പോസ് എന്നുള്ള ഒരു മെട്രിക്സ് എയുടെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ ഓർഡർ എൻ ബൈ എം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്താണ്? എന്താ? പി ബൈ എം അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ പി ബൈ എം ആണ്. എടാ എ ബിയുടെ ഓർഡർ എം ബൈ പി, അങ്ങനെയാണെങ്കിൽ എ ബി ട്രാൻസ്പോസിന്റെ ഓർഡർ എന്താ വരിക? പി ബൈ എം. കണ്ടോ, ഇത് രണ്ടും സെയിം ഓർഡറിലെ ഒരു മെട്രിക്സ് വരും. അതായത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മെട്രിക്സിനായിട്ടാണ് വരിക. അപ്പൊ ആ ഒരു സംഗതി ഉള്ളതുകൊണ്ടാണ് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എടുക്കാൻ കഴിയൂല. കാരണം എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്താവും? പിന്നെ എൻ ബൈ എം ആവും, ഇതിന്റെ ഓർഡർ പി ബൈ എൻ ആവും. അപ്പൊ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോ വരാൻ കാരണം. ജസ്റ്റ് ഈ ലോ മാത്രം മനസ്സിലാക്കി വെക്കുക. എ ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഇതിൽ പഠിക്കാൻ. അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ is equal to matrix 3 root 3 2 4 2 0 and b is equal to 2 minus 1 2 1 2 4, then verify that a transpose all transpose is equal to a. Second question, a plus b all transpose is equal to a transpose plus b transpose. Third question, kb all transpose is equal to k into b transpose, where k is equal to a scalar. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. എടാ ഇതില് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞല്ലേ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്യണം. എടാ ഇവിടെ എ എന്നുള്ള ഒരു മെട്രിക്സ് എന്താ? അതായത് 3 root 3 2 4 2 0. അങ്ങനെയെങ്കിൽ ഇവിടെ എ ട്രാൻസ്പോസ് എ ഡാഷ് എന്താ വരിക? നമ്പർ, അതായത് റോസിനെയും കോളംസിനെയും ഇന്റർചേഞ്ച് ചെയ്താലല്ലേ ട്രാൻസ്പോസ് കിട്ടുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഇന്റർചേഞ്ചിങ് നടത്തുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതുമ്പോ 3 4, സെക്കൻഡ് കോളത്തിനെ സെക്കൻഡ് റോ ആക്കിയിട്ട് എഴുതാം. അതായത് ഇവിടെ റൂട്ട് 3 2, തേർഡ് കോളത്തിനെ തേർഡ് റോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 2 0. ഈ രീതിയിലാണ് എ ട്രാൻസ്പോസ് വരിക. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾക്ക് കാണേണ്ടത് എ ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസ് ആണ്. അതായത് എ ട്രാൻസ്പോസ് എന്നുള്ള ഈ മെട്രിക്സ് ഉണ്ടല്ലോ, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അതായത് ഇതിന്റെ റോസിനെയും കോളംസിനെയും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് അത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 3 root 3 2, സെക്കൻഡ് കോളത്തിനെ സെക്കൻഡ് റോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 4 2 0. എടാ ഈ മെട്രിക്സ് ഏതാ? അത് എ തന്നെ അല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം which is equal to a. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തില്ലേ? അതായത് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഏതിനാണ്? ഈ എക്സാമ്പിളിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. റെഡി? സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എടാ ഇതില് ലെഫ്റ്റ് ഹാൻഡ് സൈഡും കാണണം റൈറ്റ് ഹാൻഡ് സൈഡും കാണണം. അതിൽ രണ്ടിലും കിട്ടുന്നത് സെയിം മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണണമെങ്കിൽ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ്. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ ആ എ പ്ലസ് ബിനെ കാണണം. എന്താണ് എ പ്ലസ് ബി? എ എന്നുള്ള മെട്രിക്സ് ഏതാ? 3 root 3 2 4 2 0 പ്ലസ് മെട്രിക്സ് ബി ഏതാടാ? 2 minus 1 2 1 2 4.
ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ഏതാ? 3 + 2 അത് 5 വരും. √3 + -1 അത് √3 - 1 എന്നാ വരിക. ഇനി അടുത്ത് 2 + 2 4 എന്ന് വരും. 4 + 1 5 വരും. 2 + 2 4 വരും. 0 + 4 എന്ന് പറഞ്ഞാൽ അത് 4 ആണ് വരിക. ഇതാണ് A + B. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ അത് A + B ഓൾ ട്രാൻസ്പോസ് അല്ലേ? ആ A + B ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A + B എന്നുള്ള ഒരു മെട്രിക്സിന്റെ റോകളെ കോളംസ് ആക്കിയിട്ടും കോളംസിനെ റോസ് ആക്കിയിട്ടും എഴുതാം. അങ്ങനെയെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ ഫസ്റ്റ് കോൾ ഏതാ? അത് ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതാം 5 5. സെക്കൻഡ് കോളത്തെ സെക്കൻഡ് റോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ √3 - 1 4 വരും. തേർഡ് കോളത്തെ തേർഡ് റോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 4 4 ഇങ്ങനെ വരും. ഈ രീതിയിലാണ് A + B ഓൾ ട്രാൻസ്പോസ് വരിക. ഇനി അടുത്തത് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് കാണാം. എടാ ഇവിടെ A ട്രാൻസ്പോസ് എന്താ? A എന്നുള്ള മെട്രിക്സ് ഇതാണെങ്കിൽ A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതറിയാം, ഫസ്റ്റ് കോളത്തെ ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതാം. സെക്കൻഡ് കോളത്തെ അതായത് √3 2, തേർഡ് കോളത്തെ 2 0 ഇങ്ങനെ എഴുതി. ഇതാണ് A എന്നുള്ള മെട്രിക്സ്. അതുപോലെ A ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ്. ഇതുപോലെ തന്നെ B ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് ഏതാണ്? അതായത് ഫസ്റ്റ് കോളത്തെ ഫസ്റ്റ് റോ ആക്കി 2 1, സെക്കൻഡ് കോളത്തെ സെക്കൻഡ് റോ ആക്കി -1 2, തേർഡ് കോളത്തെ തേർഡ് റോ ആക്കിയിട്ട് ഞാൻ എഴുതി. അങ്ങനെയെങ്കിൽ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് കാണാണ് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് ഏതാണ്? 3 4 √3 2 2 0 പ്ലസ് B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 2 1 -1 2 2 4. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 3 + 2 5, 4 + 1 5, √3 + -1 അത് √3 - 1, 2 + 2 4, 2 + 2 4, 0 + 4 4. ഈ ഒരു മെട്രിക്സ് ആണ് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് കിട്ടുക. എടാ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയ മെട്രിക്സും റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയ മെട്രിക്സും തമ്മിൽ നോക്ക്, രണ്ടും സെയിം മെട്രിക്സ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഹെൻസ് ലാസ്റ്റ് ഡയലോഗ് പറയേണ്ടത് ഇങ്ങനെയാണ്. ഹെൻസ് A + B ഓൾ ട്രാൻസ്പോസ് = A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്. ഇങ്ങനെയാണ് അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇതിലുള്ള തേർഡ് ക്വസ്റ്റ്യൻ ആണ്, അതായത് KB ഓൾ ട്രാൻസ്പോസ് = K × B ട്രാൻസ്പോസ് പ്രൂവ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആദ്യം നിങ്ങൾ ആ തേർഡ് ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് കണ്ടുനോക്ക്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ? KB ഓൾ ട്രാൻസ്പോസ്. അതിനാദ്യം ഞാൻ KB കാണാണ്. KB എന്ന് പറഞ്ഞാൽ K × B എന്നുള്ള മെട്രിക്സ് ഏതാ? 2 -1 2 1 2 4. അങ്ങനെയാണെങ്കിൽ K × B എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും K നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നല്ലേ മീനിങ്. അങ്ങനെയെങ്കിൽ ഇവിടെ 2K, ഇവിടെ K × -1 എന്താ? -K, K × 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2K, K × 1 K, K × 2 2K, K × 4 4K എന്ന് വരും. ഇതാണ് K × B. അങ്ങനെയെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ KB ഓൾ ട്രാൻസ്പോസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഫസ്റ്റ് കോളത്തെ ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതാം 2K K, സെക്കൻഡ് കോളത്തെ സെക്കൻഡ് റോ ആക്കി കഴിഞ്ഞാൽ -K 2K, തേർഡ് റോനെ 2K 4K. ഈ രീതിയിൽ ഇതാണ് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരിക. ഇനി അടുത്തത് അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ പറയുന്നത് K × B ട്രാൻസ്പോസ് ആണ്. അതായത് RHS K × B ട്രാൻസ്പോസ്. K × B ട്രാൻസ്പോസ് എന്താടാ? B എന്നുള്ളത് ഇതാണെങ്കിൽ B ട്രാൻസ്പോസ് ഈ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം സെക്കൻഡ് റോ, തേർഡ് കോളം തേർഡ് റോ. അങ്ങനെയെങ്കിൽ അതിനെ K നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? K × 2 2K, K × 1 K, K × -1 -K, K × 2 2K, K × 2 2K, K × 4 4K. ഈ രീതിയിലാണ് RHS വരിക. നിങ്ങൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് KB ഓൾ ട്രാൻസ്പോസിലേക്കും K × B ട്രാൻസ്പോസിലേക്കും നോക്ക്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് മെട്രിക്സും സെയിം അല്ലേ?
അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഹെൻസ് KB all transpose is equal to K into B transpose എന്ന് പറയും. സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് if A is equal to column matrix -2 4 5 and B is equal to row matrix 1 3 -6, then verify that AB all transpose is equal to B transpose into A transpose. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൽ നിങ്ങൾ പഠിച്ച ലാസ്റ്റ് പ്രോപ്പർട്ടി അത് ഈ എക്സാമ്പിൾ പ്രൂവ് ചെയ്യാനാ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എ ബി ഓൾ ട്രാൻസ്പോസും കാണണം, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസും കാണണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വേറെ വേറെ കാണാം. അങ്ങനെ കാണുന്ന സമയത്ത് കിട്ടുന്ന മെട്രിക്സ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ഞാൻ എ ബി ഓൾ ട്രാൻസ്പോസ് കാണുന്നതിന് മുമ്പ് ഞാൻ എ ബി കാണാണ്. എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ദാറ്റ് ഈസ് -2 4 5 ഇൻറ്റു 1 3 -6. ഇതിൽ ആദ്യത്തെ മെട്രിക്സ് ഒരു 3/1 മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് ഒരു 1/3 മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/3 അല്ലേ ഉണ്ടാകുക? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യുന്ന നോക്കിട്ടോ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ, -1 ഇൻറ്റു 1 -2 ഇൻറ്റു 1 -2 വേറെ എലമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇനി അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ദാറ്റ് ഈസ് -2 ഇൻറ്റു 3 -6 ആ വരിക. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം -2 ഇൻറ്റു -6 എന്താ +12 ആ വരിക. ഇനി ഇതേപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 4 ഇൻറ്റു 1 4 വരും. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 4 ഇൻറ്റു 3 12 ആണ് വരിക. സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 4 ഇൻറ്റു -6 എന്ന് പറയുമ്പോൾ അത് -24 വരും. ഇനി അടുത്ത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 5 ഇൻറ്റു 1 5 വരും. തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 5 ഇൻറ്റു 3 15. തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം 5 ഇൻറ്റു -6 അത് -13 ആണ് വരിക. ഇതാണ് എ ബി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ ബി ഓൾ ട്രാൻസ്പോസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു എ ബി ഓൾ ട്രാൻസ്പോസ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ റോസ് കോളംസ് ആയിട്ടും കോളംസ് റോസ് ആയിട്ട് എഴുതിയാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിലുള്ള ഫസ്റ്റ് കോളംസ് ഇങ്ങനെ പറയാം, അത് ഞാൻ റോസ് ആയിട്ട് ഇങ്ങനെ എഴുതാം. എന്താടാ പറ? ഫസ്റ്റ് കോളം ഏതാണ്? -2 4 5. സെക്കൻഡ് കോളം -6 12 15. അടുത്ത കോളം 12 -24 -30. ഇങ്ങനെയാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണേണ്ടത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. എടാ നിങ്ങള് ഞാൻ നേരിട്ട് ഇതാണ് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടു, റൈറ്റ് ഹാൻഡ് സൈഡ് കാണുമ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഈ ബി ട്രാൻസ്പോസ് എന്താ? ബി എന്നുള്ള മെട്രിക്സ് ഇതാണ്. അപ്പൊ ഈ കോളംസ് റോസ് ആയിട്ടും റോസ് കോളംസ് ആയിട്ടും ഇതിലേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബി എന്നുള്ളത് റോ മെട്രിക്സ് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് അത് കോളം മെട്രിക്സ് ആവൂലേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ബി ട്രാൻസ്പോസ് ഏതാ? 1 3 -6 ഇൻറ്റു എ ട്രാൻസ്പോസ് ഏതാ? ഈ റോ മെട്രിക്സ് എന്താവും? കോളം മെട്രിക്സ് ആവും. ദാറ്റ് ഈസ് -2 4 5. അങ്ങനെയെങ്കിൽ ഇത് 3/1 മെട്രിക്സ്, ഇത് 1/3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്തായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നോക്ക്, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു -2 അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു 4 4 വരും. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 1 ഇൻറ്റു 5 5. അടുത്ത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 ഇൻറ്റു -2 -6. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 3 ഇൻറ്റു 4 12. സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ അത് 15. അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം -6 ഇൻറ്റു -2 എന്താ? +12. തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം -6 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ അത് -24 ആണ് വരിക. അടുത്തത് -6 ഇൻറ്റു 5 എന്ന് പറയുന്ന സമയത്ത് -30. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇതിൽ എ ബി ഓൾ ട്രാൻസ്പോസിന് കിട്ടിയ മെട്രിക്സും ഈ മെട്രിക്സും സെയിം ആണോ? ഫസ്റ്റ് റോ സെയിം ആണ്. -6 12 15 12 -24 -30 കണ്ടോ? രണ്ടും ഈക്വൽ മെട്രിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഹെൻസ് AB all transpose is equal to B transpose into A transpose. ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സില് പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. ഇതിൽ പറയാനുള്ള ഇത്ര മാത്രമാണ്. ഒന്നാമത്തെ കേസ്, ഇപ്പൊ എ എന്നുള്ളൊരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്തു.
ആ എ എന്നുള്ള ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആകണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിനെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് ആ മെട്രിക്സിനോട് തന്നെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. അപ്പൊ സിമെട്രിക് എന്ന് പറഞ്ഞാൽ അത് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ തന്നെയാണെങ്കിൽ അതിന് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി ഒരു എക്സാമ്പിൾ പറയാം. എ എന്നുള്ളൊരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്തു. അതിലുള്ള എലമെന്റ്സ് 1 3 5 3 7 -8 5 -8 12. ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. ഞാൻ ഇതിന്റെ എ ട്രാൻസ്പോസ് കാണാം കേട്ടോ. എ ഡാഷ് അല്ലെങ്കിൽ എ റൈസ് ടു ടി എങ്ങനെയും പറയും. അതിന്റെ എ ട്രാൻസ്പോസ് കാണുന്ന സമയത്ത് എങ്ങനെ എ ട്രാൻസ്പോസ് കാണാം? കോളംസും റോസും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് നിങ്ങൾ കോളംസ് ഇങ്ങനെ പറയും, അത് ഞാൻ റോസ് ആക്കിയിട്ട് എഴുതാം. ഫസ്റ്റ് കോളം ഏതാണ്? 1 3 5. സെക്കൻഡ് കോളം പറ 3 7 -8. തേർഡ് കോളം 5 -8 12. ഇതാണ് എ ട്രാൻസ്പോസ്. ഇനി ഈ മെട്രിക്സിലേക്ക് നോക്ക്. ഈ രണ്ട് മെട്രിക്സും സെയിം അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. എടാ നിങ്ങൾക്കറിയാം ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ എ എന്നുള്ളൊരു മെട്രിക്സ് m/n മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് n/m ആകുന്ന അറിയില്ലേ? അങ്ങനെയെങ്കിൽ സിമെട്രിക് ആകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും സെയിം ഓർഡർ തന്നെ ആകണ്ടേ? അപ്പൊ അല്ലേ ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആകുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിമെട്രിക് മെട്രിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതേപോലെ ഇനി പറയാൻ പോകുന്ന സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സ്ക്വയർ മെട്രിക്സസ്. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് എന്താവണം? ഒരു സ്ക്വയർ മെട്രിക്സ് ആകണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ പറയാം ഈഫ് അല്ലെങ്കിൽ എ സ്ക്വയർ മെട്രിക്സ് എ മെട്രിക്സ് Aij ഈസ് said to be ഒന്നാമത് എന്താ? സിമെട്രിക്. അതാണ് ഇവിടെ തുടക്കത്തിൽ ചില കണ്ടീഷൻ പറയാനുണ്ടെന്ന്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് said to be symmetric if and only if a dash is equal to a, അതായത് a transpose is equal to a. ഇതാണ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ. അടുത്ത ഒരു ഐറ്റം ആണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് എന്ന് പറയുന്നത്. സ്ക്യൂ സിമെട്രിക്. എടാ ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് അറിയോ? അതിന് എ ട്രാൻസ്പോസ് കാണുമ്പോ -a കിട്ടണം. അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു അതിനെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ആ മെട്രിക്സിന്റെ നേരെ നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറഞ്ഞ പേരാണ് എന്ത്? സ്ക്യൂ സിമെട്രിക്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ എന്നുള്ളൊരു മെട്രിക്സ് ഞാൻ മനസ്സിലാക്കുന്നു. എ എന്നുള്ള മെട്രിക്സ് 0 -2 3 2 0 7 -3 -7 0. ഇതാണ് എ എന്നുള്ള മെട്രിക്സ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എ ട്രാൻസ്പോസ് ഞാൻ എടുക്കുന്ന സമയത്ത് എന്താ വരിക? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ കോളംസ് പറ, അത് ഞാൻ റോസ് ആക്കിയിട്ട് എഴുതാം. ഫസ്റ്റ് കോളം എന്താ? 0 2 -3 അല്ലെ? 0 2 -3. അടുത്ത സെക്കൻഡ് കോളം എന്താ? -2 0 -7. അടുത്ത തേർഡ് കോളം എന്താ? 3 7 0. ഇതല്ലടാ എ ട്രാൻസ്പോസ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള പ്രത്യേകത നോക്ക്. 0 0 തന്നെ. -2 എന്നുള്ളത് +2 ആയി അല്ലെ? 3 എന്നുള്ളത് -3 ആയി, 2 എന്നുള്ളത് -2 ആയി, 0 അങ്ങനെ തന്നെയാണ്. 7 -7 ആയി, -3 3 ആയി, -7 7 ആയി. ഇത് 0 തന്നെ. അതായത് ഇതിലുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് ആയി, നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ എന്തായി? പോസിറ്റീവ് ആയി. അതായത് എ എന്നുള്ള മെട്രിക്സിന്റെ നേരെ നെഗറ്റീവ് ആണത്, -a എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -a. ഇടങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത്
കോളംസിനെ റോസ് ആക്കിയിട്ടും റോസിനെ കോളംസ് ആക്കിയിട്ടും എഴുതും. അപ്പൊ ഈ മെയിൻ ഡയഗണൽ ചേഞ്ച് ചെയ്യൂലല്ലോ ഒരിക്കലും മെയിൻ ഡയഗണൽ എന്ത് ചെയ്യൂല, ചേഞ്ച് ചെയ്യൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ എ ആകും. പക്ഷെ സ്ക്യൂ സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്, എ ട്രാൻസ്പോസ് ഈക്വൽ മൈനസ് എ, അതിന്റെ നേരെ നെഗറ്റീവ് ആകണം എന്ന് നമുക്കറിയാം. ട്രാൻസ്പോസ് എടുത്താൽ മെയിൻ ഡയഗണൽ ചേഞ്ച് ചെയ്യൂല എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ ഡയഗണൽ ചേഞ്ച് ചെയ്യാതെ അത് സ്ക്യൂ സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, അതിന്റെ മെയിൻ ഡയഗണൽ 0 ആകണം. അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതിന്റെ നേരെ നെഗറ്റീവ് ആയാൽ മാത്രമല്ലേ മൈനസ് എ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കേസിൽ ഉറപ്പിച്ചോ, ഡയഗണൽ എലമെന്റ്സ് ഷുഡ് ബി 0. അപ്പോ അതാണ് സ്ക്യൂ സിമെട്രിക്കിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി കുറച്ച് നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആൻഡ് സിമെട്രിക് മെട്രിക്സ് എന്നുള്ളൊരു തിയറി, ആ ഒരു ടോപ്പിക് അതിന്റെ തിയറി അവസാനിപ്പിക്കും. പിന്നെ അതിനെ ബേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, കുറച്ച് നോട്ട്സ് പറയാം. ഫസ്റ്റ് നോട്ട്, ഫോർ എ for any skew symmetric matrices, its diagonal elements should be 0. ഏത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആണെങ്കിലും അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്താവും, 0. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ, അതിലെ ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്, എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. രണ്ടാമത്തെ പോയിന്റ്, എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, നോട്ടാണ്. അത് ഏത് സ്ക്വയർ മെട്രിക്സ് ആയിക്കോട്ടെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നുള്ളത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും എന്നാണ് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അതന്നെ കിട്ടണ്ടേ, അതല്ലേ സിമെട്രിക്. അപ്പൊ അതിന്റെ പ്രൂഫ് ജസ്റ്റ് നോക്കിട്ടോ. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ്, ഇതാണ് തന്ന വേണ്ട മാട്രിക്സ്. ഇത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇതന്നെ കിട്ടണം എന്നാണ് അതിനർത്ഥം. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, എടാ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്താ, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ അത് പ്രകാരം ഈ ട്രാൻസ്പോസിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ എ ട്രാൻസ്പോസ് പ്ലസ്, ഇവിടെ ബി ട്രാൻസ്പോസിന് പകരം എന്താ, ബിക്ക് പകരം എ ട്രാൻസ്പോസ്. അപ്പൊ എ ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്താ, അത് എ ആണെന്ന് പഠിച്ചിട്ടില്ലേ. അങ്ങനെയെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എ ട്രാൻസ്പോസ് പ്ലസ് എനെ എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതാം. കണ്ടോ, ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോ അതന്നെ കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം, therefore A plus A transpose is symmetric. ഇനി അടുത്തത് A മൈനസ് A ട്രാൻസ്പോസിനെ കുറിച്ചാണ് പറയുന്നത്. A മൈനസ് A ട്രാൻസ്പോസിനെ കുറിച്ച് എങ്ങനെ പറയാം, അത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഇതിന് ട്രാൻസ്പോസ് എടുത്താൽ എ ട്രാൻസ്പോസ് ഈക്വൽ മൈനസ് എ കിട്ടിയാലല്ലേ സ്ക്യൂ സിമെട്രിക് ആവുക. അപ്പൊ ഇതിന് ട്രാൻസ്പോസ് എടുക്കുക. അപ്പൊ അതിന് നേരെ നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. ഈ ട്രാൻസ്പോസിനെ സ്പ്ലിറ്റ് ആക്കി കൊടുത്താൽ എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് വരും.
എടാ ഇവിടെ എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്താ കെ. ഞാൻ ഇതിൽ നിന്ന് നെഗറ്റീവിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ബിക്കം നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിക്കം പോസിറ്റീവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് വരും. അങ്ങനെയെങ്കിൽ എ മൈനസ് എ ട്രാൻസ്പോസ് എന്നുള്ള ഈ മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തപ്പോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താ? മൈനസ് ഓഫ് ദിസ് മെട്രിക്സ്. അതിനർത്ഥം എന്താ? ഹെൻസ് എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇനി അടുത്ത് മൂന്നാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തത് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി തന്നെയാണ് വെരി ഇമ്പോർട്ടന്റ്. സ്റ്റാറുകൾ കോരി കൊടുക്കാം. അതായത് ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാമെന്നായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയുന്ന എ എന്നുള്ളൊരു മെട്രിക്സിനെ എക്സ്പ്രസ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം എന്താ അറിയോ? എ എന്നുള്ള മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് എ എന്നുള്ളത് ഏത് സ്ക്വയർ മെട്രിക്സ് ആയിക്കോട്ടെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? സിമെട്രിക് ആണെന്ന് അറിയാം. എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണെന്നും അറിയാം. അങ്ങനെയെങ്കിൽ ഇവരെ തമ്മിൽ സം ചെയ്താൽ എന്താണ് സംഭവിക്കുക? അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് സമ്മ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഈ പ്ലസ് എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് തമ്മിൽ ക്യാൻസൽ ആയിട്ട് 2a എന്നല്ലേ ആൻസർ കിട്ടുക? അങ്ങനെയാണെങ്കിൽ 2a എന്നുള്ളത് ഒരു മെട്രിക്സ് ആണ്. ആ ഒരു മെട്രിക്സിനെ ഇത് സിമെട്രിക് മെട്രിക്സ് പ്ലസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നുള്ള രീതിയിൽ എഴുതി. പക്ഷെ നിങ്ങൾക്ക് കാണേണ്ടത് എന്താണ്? എ ആണ്. എനെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മാക്കിയിട്ട് എഴുതണം. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? എ സിക്കൽ ടു ഇവിടെ ഇൻറ്റു 2 അല്ലേ, അതിനപ്പുറത്തേക്ക് കൊടുക്കുമ്പോ ബൈ 2 ആവും. അതായത് 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ്. നിങ്ങൾക്ക് അറിയാലോ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ കിട്ടുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ 1/2 ഞാൻ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള ഒരു മെട്രിക്സിനെ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതിക്കൂടെ? നമുക്കറിയാം എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന്. എടാ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെങ്കിൽ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് തന്നെയല്ലേ? അതായത് നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലടാ, അതായത് കെ എ ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഈ എ എന്നുള്ളത് സിമെട്രിക് മെട്രിക്സ് ആണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ്? കെ അല്ലേ? ഇപ്പൊ എ എന്നുള്ളത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഈ കെ എ ഈ എ എന്നുള്ളത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്നുള്ളത് എ ആയിരിക്കുമല്ലോ. അപ്പൊ ആ എ എന്നുള്ള ഒരു സിമെട്രിക് മെട്രിക്സിനെ ഞാൻ കെനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഏതോ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ അതും സിമെട്രിക് തന്നെ ആകും. കാരണം എന്താണ്? ഈ എ ഇസ് എ സിമെട്രിക് മെട്രിക്സ് ദെൻ കെ ഈസ് ആൾസോ സിമെട്രിക്. കാരണം ഈ കെ എ ഓൾ ട്രാൻസ്പോസ് എടുത്താൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസ് എ ആണ്. അപ്പൊ കെ എന്നുള്ള ഒരു മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം കെ എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നല്ലേ? അങ്ങനെയെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെങ്കിൽ കെ ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, ഇവിടെ കെക്ക് പകരം എന്താണ്? 1/2 ആണ്. അതുകൊണ്ട് ഇതും എന്ത് തന്നെ ആയിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് തന്നെ ആയിരിക്കും. സിമിലർലി എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഇതിന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അതായത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു 90% ഇത് ചോദിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. മറ്റുള്ള ചോദിക്കും, പക്ഷേ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് എ മെട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ രീതിയിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുക. അടുത്തത് ഇതിലുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്
if A is a square matrix, then A into A transpose and A transpose into A are symmetric matrices. A എന്നുള്ള സിമെട്രിക് ആണെങ്കിൽ A into A ട്രാൻസ്പോസും A ട്രാൻസ്പോസ് into A എന്തായിരിക്കും സിമെട്രിക് ആകും എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഈ നോട്ടായിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട പ്രോപ്പർട്ടി വേണമെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു മോഡലിൽ പ്രൂവ് ചെയ്യുന്ന ഐറ്റംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അതിന്റെ പ്രൂഫ് ഒന്ന് പഠിച്ചു വെക്കണം. അതായത് ഇത് നിങ്ങൾക്ക് എ എന്നുള്ളത് സ്ക്വയർ മെട്രിക്സ് ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസ് ഇൻറ്റു എയും സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതിന്റെ വരാന്ന് പ്രൂവ് ചെയ്യല്ലേ? അങ്ങനെയെങ്കിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നുള്ള ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഞാൻ എടുക്കുകയാണ്. എടാ നമുക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ പ്രോപ്പർട്ടി? എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് ആദ്യം ബി ട്രാൻസ്പോസ് അല്ലെ, ഇതിൽ ബിക്ക് പകരം എന്താ എ ട്രാൻസ്പോസ് അല്ലേ, ആ എ ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസ് ഇൻറ്റു ഇതില് ഒന്നാമത്തെ ആളുടെ ട്രാൻസ്പോസ്. ഇതിൽ ഒന്നാമത്തെ ആൾ എക്ക് പകരം എ ആണ്, ബിക്ക് പകരം എ ട്രാൻസ്പോസ് ആണ്. അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, ബിക്ക് പകരമാണ് എ ട്രാൻസ്പോസ്. അപ്പൊ ബി ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നിങ്ങൾക്കറിയാം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്താ? എ. അത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നല്ലേ വരിക. അപ്പൊ അതിനർത്ഥം എന്താ? എ ഇൻറ്റു എ ട്രാൻസ്പോസിനെ ട്രാൻസ്പോസ് എടുത്താൽ അതേ മെട്രിക്സിനെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. അതുപോലെ അടുത്തത് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ആണ്. ഇതും സിമെട്രിക് ആണെന്നാ പറയുന്നത്. എന്ത് കാരണം? നിങ്ങൾ അതിന് ട്രാൻസ്പോസ് എടുത്ത് നോക്ക്. എ ബി ഓൾ ട്രാൻസ്പോസ്, എക്ക് പകരം എ ട്രാൻസ്പോസ് ആണ്, ബിക്ക് പകരം എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മോഡൽ എഴുതാം. അതായത് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്താ? എ. കണ്ടോ? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതന്നെ കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം എ ട്രാൻസ്പോസ് ഇൻറ്റു എ സിമെട്രിക് ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും പ്രോപ്പർട്ടീസ് മാത്രമാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇതോടുകൂടി നാലാമത്തെ നോട്ടും കഴിഞ്ഞു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, അതായത് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിലുള്ള തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് if A and B are symmetric matrices then show that AB is symmetric if and only if AB is equal to BA. അതായത് A യും B യും സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ബിയും സിമെട്രിക് ആവും എപ്പോ മാത്രം? എ ബിയും ബി എയും ഈക്വൽ ആകുമ്പോ, അതായത് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുന്ന കേസിൽ മാത്രമേ എന്താകുള്ളൂ? എ ബി ഒരു സിമെട്രിക് മെട്രിക്സ് ആവുള്ളൂ എന്നാ പറയുന്നത്. അപ്പോ പറയുന്ന കാര്യം എയും ബിയും സിമെട്രിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്ന കാര്യം എ ട്രാൻസ്പോസ് ഇസിക്കലി എ ആണെന്നും തന്നിട്ടുണ്ട്, ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ആണെന്ന് തന്നിട്ടുണ്ട്. ഇതല്ലേ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം? അങ്ങനെയാണെങ്കിൽ എ ബി ഓൾ ട്രാൻസ്പോസ് ഞാനൊന്ന് കണ്ടുനോക്കാണ്. എന്താ എ ബി ഓൾ ട്രാൻസ്പോസ്? അപ്പോ എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലേ. ഈ ബി ട്രാൻസ്പോസ് ബി ആണെന്ന് അറിയാം, എ ട്രാൻസ്പോസ് എ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ബി അല്ലേ. അപ്പൊ എ ബി ഓൾ ട്രാൻസ്പോസ് ഇസിക്കൽ ബി എ. അതുകൊണ്ട് അത് ഒരിക്കലും സിമെട്രിക് ആവൂല. ഇനി സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ, ഈ ബി എനോട് ആര് ഈക്വൽ ആകണം? എ ബി ഈക്വൽ ആവണം. അപ്പൊ നിങ്ങൾക്ക് പറയാം എപ്പോ if and only if AB is equal to B. ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രമേ ബി എക്ക് പകരം എ ബി എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എ ബി ഓൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ ബിനെ കിട്ടണമെങ്കിൽ ബി എയും എ ബിയും ഈക്വൽ ആകണം. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഹെൻസ് എ ബി ഈസ് സിമെട്രിക് if and only if AB is equal to BA. കണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് the value of k such that the matrix 1k minus k1 is symmetric. ഈ മെട്രിക്സ് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ k യുടെ വാല്യൂ കാണാനാണ് നിങ്ങളോട് പറയുന്നത്. എടാ മെട്രിക്സ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? 1k minus k1 എന്നുള്ള മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസിനോട് ഈക്വൽ ആണെന്നല്ലേ. ട്രാൻസ്പോസ് എങ്ങനെ കിട്ടുക? കോളംസിനെ റോസ് ആയിട്ടും റോസിനെ കോളംസ് ആയിട്ടും എഴുതിയാലേ. അതായത് ഇതിൽ ഫസ്റ്റ് കോളത്തെ ഞാൻ ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതുമ്പോ 1 മൈനസ് കെ, പിന്നെ സെക്കൻഡ് കോളത്തെ സെക്കൻഡ് റോ ആക്കിയിട്ട് എഴുതുമ്പോ k1 ഇങ്ങനെയല്ലേ കിട്ടുക. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ അത് സിമെട്രിക് ആവുള്ളൂ. ഇവിടെ രണ്ട് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആകണ്ടേ. അങ്ങനെയാണെങ്കിൽ 1 ഉം 1 ഉം ഈക്വൽ ആകണം. പിന്നെ ഇവിടെ പറയുന്നത് എന്താ? k is equal to minus k ആവണം.
എടാ ഈ മൈനസ് കെ പുറത്തേക്ക് വന്നാൽ പ്ലസ് കെ, അപ്പൊ കെ പ്ലസ് കെ ഇസ് ഇക്വൽ ടു 0, ദാറ്റ് ഈസ് 2k ഇസ് ഇക്വൽ ടു 0, k ഇസ് ഇക്വൽ ടു എന്ത് വരും 0/2 which is equal to 0. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് k become 0. സിമ്പിൾ ആയി ചെയ്യാൻ സാധിക്കും. അടുത്ത അതിൽ നിന്നുള്ള ഫിഫ്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് the following matrices as sum of symmetric and skew symmetric matrices. ഈ പറയുന്ന മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കിയിട്ട് എഴുതണം. എടാ നമുക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് എ എന്നുള്ള ഒരു മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എങ്ങനെ എഴുതാം? 1/2 into a plus a transpose plus 1/2 into a minus a transpose. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം 1/2 into a plus a transpose എന്നുള്ള സിമെട്രിക്കും 1/2 into a minus a transpose എന്നുള്ളത് സ്ക്യൂ സിമെട്രിക്കും ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ടേമിന് ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത് അല്ലെ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യന്റെയും ആൻസർ എഴുതാൻ പോവാണ്. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യനെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്കിന്റെ രൂപത്തിലേക്ക് എഴുതുമ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ എന്നുള്ളത് ഇയാളാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണാൻ പോകുന്നത് ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസിൽ നിന്ന് കാണാണ്. എന്താ എ പ്ലസ് എ ട്രാൻസ്പോസ്? എ എന്ന് പറഞ്ഞാൽ 3 5 1 -1 പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളംസിനെ റോസ് ആയിട്ടും റോസിനെ കോളംസ് ആക്കിയിട്ടും എഴുതാം. കോളംസും റോസും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ ഫസ്റ്റ് കോളത്തെ ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതി, ഇതിലുള്ള സെക്കൻഡ് കോളത്തെ സെക്കൻഡ് റോ ആക്കിയിട്ട് എഴുതി. ഇങ്ങനെയല്ലേ വരിക? അങ്ങനെയെങ്കിൽ ഇതിനെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ 3 + 3 6 വരും, 5 + 1 6 വരും, 1 + 5 6 വരും, -1 + -1 -2 എന്ന് വരും. ഇതാണ് എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടുക. അപ്പൊ പക്ഷെ ഇവിടെ ഉള്ളത് എന്താ? 1/2 into a plus a transpose ആ. അങ്ങനെയെങ്കിൽ ഇവിടെ 1/2 into a plus a transpose എന്താടാ വരിക? അതായത് 1/2 into matrix 6 6 6 -2. അതായത് 1/2 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 3 3 -1 എന്ന് വരും. എല്ലാ എലമെന്റ്സിനെയും ഒരു k ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും k നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അങ്ങനെയാണെങ്കിൽ 1/2 into 6 3, 1/2 into 6 3, 1/2 into 6 3, 1/2 into -2 become -1. ഇതാണ് a plus a, 1/2 into a plus a transpose. ഇതാണ് സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെയാണ് കിട്ടുക. ഇനി അടുത്ത് നിങ്ങൾക്ക് കാണേണ്ടത് a minus a transpose ആണ്. a minus a transpose എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 3 5 1 -1 മൈനസ് a transpose ഇതല്ലേ, ഇത് a plus a transpose. ഇവിടെ മൈനസ് കൊടുക്കാന്നുള്ള വ്യത്യാസം മാത്രം. 3 1 5 -1 ചെയ്ത് കഴിഞ്ഞാൽ 3 - 3 0, 5 - 1 4, 1 - 5 -4, -1 -1 become -1 + 1 is equal to 0. ഇതാണ് a minus a transpose. എടത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 into a minus a transpose കിട്ടണ്ടേ? അതെ, അപ്പൊ 1/2 into a minus a transpose എന്ത് വരും? ഇതിനെല്ലാത്തിനും ഇതാണ് a minus a transpose. ഇതിനെല്ലാ എലമെന്റ്സിനെയും 1/2 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 2 -2 0. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് a എന്നുള്ള ഒരു മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആക്കിയിട്ട് എഴുതണം. അതായത് 1/2 into a plus a transpose plus 1/2 into a minus a transpose. ഇതാണ് ഫോർമുല അല്ലെ. അങ്ങനെയെങ്കിൽ a എന്നുള്ള മെട്രിക്സ് ഏതാ? അതാണ് 3 5 1 -1 which is equal to 1/2 into a plus a transpose ഏതാ? അതല്ലേ 1/2 into a plus a transpose. അതായത് 3 3 3 -1 plus 1/2 into a minus a transpose ഇതല്ലേ 0 2 -2 0. കണ്ടോ? ഇതാണ് ഇതിന്റെ ആൻസർ വരിക. അതായത് ഈ ക്വസ്റ്റ്യനെ രണ്ട് മെട്രിക്സിനെ സമ്മാക്കിയിട്ട് എഴുതി. ഇതിലുള്ള ഒന്നാമത്തെ മെട്രിക്സ് സിമെട്രിക് ആണ്, രണ്ടാമത്തെ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ്. ചെറിയ വിദ്വാന്മാർ ഇനി അടുത്തൊരു സ്റ്റെപ്പ് ആക്കിയിട്ട് ചെയ്യും. എന്ത്? ഇത് തമ്മിൽ ആഡ് ചെയ്തു. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഇതന്നല്ലേ കിട്ടുക. ആഡ് ചെയ്തത് അല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മാക്കിയിട്ട് എഴുതലാണ് ക്വസ്റ്റ്യൻ. ആ രണ്ട് മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഒന്ന് സിമെട്രിക് ആവണം, മറ്റേത് സ്ക്യൂ സിമെട്രിക് ആവണം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് അതിനെ അവസാനിപ്പിക്കാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി എന്നുള്ളത് അല്ലെ.
ഇത് 3x3 മെട്രിക്സ് ആണെന്ന് മാത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആക്കിയിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ എഴുതാം? സെക്കൻഡ് ക്വസ്റ്റ്യനില് b is equal to 1/2 into b plus b transpose plus 1/2 into b minus b transpose എന്ന് എഴുതാൻ മതി. അപ്പൊ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വാല്യൂവിന് ഈ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ആ രണ്ട് മെട്രിക്സുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അത് സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ബി പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് ഞാൻ ആദ്യം കാണാൻ പോകുന്നത്. ബി എന്നുള്ള മെട്രിക്സ് അതാണ്. അങ്ങനെയെങ്കിൽ ബി പ്ലസ് ബി ട്രാൻസ്പോസ് വിച്ച് ഈസ് ഈക്വൽ ടു ബി എന്നുള്ള മെട്രിക്സ്. ആ മെട്രിക്സ് പറ. 2 -2 -4 -1 3 4 1 -2 -3 പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളംസിനെ റോസ് ആക്കിയിട്ടും റോസിനെ കോളംസ് ആക്കിയിട്ടും എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് കോളം ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ അത് ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതും. ഫസ്റ്റ് കോളം ഏതാ? 2 -1 1. അടുത്ത സെക്കൻഡ് കോളം -2 3 -2. തേർഡ് കോളം -4 4 -3. ഇതാണ് ബി പ്ലസ് ബി ട്രാൻസ്പോസ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ സം എന്താണ് കിട്ടുക? 2 + 2 4 -2 + -1 -3 -4 + 1 -3. ഇനി അടുത്തത് -1 + -2 -3 3 + 3 6 4 + -2 2. ഇനി 1 + -4 -3 -2 + 4 2 -3 + -3 -6. ഈ രീതിയിലാണ് ബി പ്ലസ് ബി ട്രാൻസ്പോസ് കിട്ടുക. പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? 1/2 into b plus b ട്രാൻസ്പോസ് അല്ലേ വേണ്ടത്? അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ 1/2 into b plus b ട്രാൻസ്പോസ് ഞാൻ കാണുമ്പോൾ ഇടതിലുള്ള എല്ലാ എലമെന്റ്സിനെയും 1/2 ചെയ്താൽ 1/2 into എല്ലാ എലമെന്റ്സിനെയും by 2 ചെയ്താൽ 4ന്റെ പകുതി 2. ഇവിടെ -3/2, ഇവിടെയും -3/2. ഇവിടെ എന്ത് വരും? -3/2 6/2 എന്താ? 3. ഇവിടെ 2/2 എന്ന് പറഞ്ഞാൽ 1. ഇവിടെ -3/2, ഇവിടെ 1, ഇവിടെ -3. ഈ രീതിയിലാണ് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് വരാം. ഇനി അടുത്തത് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ് കാണണം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ കാണേണ്ടത് ബി മൈനസ് ബി ട്രാൻസ്പോസിനെയാണ്. അപ്പോ അടുത്ത സ്റ്റെപ്പിലായിട്ട് ബി മൈനസ് ബി ട്രാൻസ്പോസിനെ ഒന്ന് കാണാം. കാണുമ്പോൾ വരണം ബി മൈനസ് ബി ട്രാൻസ്പോസ്. അതായത് ഇവിടെ പ്ലസിന് വരെ മൈനസ് ആക്കുക എന്നുള്ള വ്യത്യാസം അല്ലെ. 2 -2 -4 -1 3 4 1 -2 -3 മൈനസ് ഇവിടെ 2 -1 1 -2 3 -2 -4 4 -3. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 2 - 2 0 -2 -1 -2 + 1 ആവും. അത് -1 ആവും. -4 -1 -5 വരും. -1 -2 അതായത് -1 + 2 അതായത് 1 ആണ് വരിക. ഇവിടെ 3 - 3 0 വരും. ഇവിടെ 4 - -2 that is 4 + 2 6 ആണ് വരിക. ഇനി അടുത്തത് ഇവിടെ 1 - -4 that is 1 + 4 5 വരും. -2 -4 -6 വരും. -3 -3 that is -3 + 3 അത് 0 ആണ് വരിക. ഇതാണ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. അങ്ങനെയെങ്കിൽ 1/2 into ബി മൈനസ് ബി ട്രാൻസ്പോസ് എന്ത് വരും? എല്ലാത്തിനെയും by 2 ചെയ്ത് കഴിഞ്ഞാൽ 0/2 0 -1/2 -5/2 1/2 0/2 എന്ന് പറഞ്ഞാൽ 0 6/2 എന്ന് പറഞ്ഞാൽ എന്താ? 3. ഇവിടെ 5/2 -6/2 എന്ന് പറഞ്ഞാൽ -3 0/2 എന്ന് പറഞ്ഞാൽ 0
ഇതാണ്ടോ ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതെങ്ങനെ നോക്കിയാൽ മതി അറിയോ? ഡയഗണല് 0, ഇതിന്റെ മൈനസ് ഇവിടെ പ്ലസ്, ഇതിന്റെ മൈനസ്, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈനാണ് ഇവിടെ ഉള്ളത്, അതേപോലെ ഇവിടെ ഉള്ളതും ഓപ്പോസിറ്റ് സൈനാവും. അത് രണ്ട് രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. അതായത് പിന്നെ റോസിനെയും കോളംസിനെയും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ആൾ ഇവിടെ എത്തും, ഇവിടെ ഉള്ള ആൾ ഇവിടെ എത്തും, അങ്ങനെയല്ലേ ഉണ്ടാവുക. അതേപോലെ ഇവിടെ ഉള്ള ആൾ ഇവിടെ എത്തും, ഇവിടെ ഉള്ള ആൾ അങ്ങോട്ട് എത്തും. ആ ഒരു ഇന്റർചേഞ്ചിങ് ആണ് നടക്കുക. അപ്പൊ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസും കിട്ടി, ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസും കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഈ ഫോർമുല പ്രകാരം എഴുതാം. ആ ബി എന്നുള്ള മെട്രിക്സ് ഏതാ? 2 -2 -4 -1 3 4 1 -2 -3. ഇതാണ് നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതല്ലേ ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ അതായത് എങ്ങനെ എഴുതാം? 2 -3/2 -3/2 -3/2 3 1 -3/2 1 -3 പ്ലസ് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ് കാണണം. അത് ഇവിടെ എഴുതി കൊടുത്താൽ ഇതാണ് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. എന്ത് വരും? 0 -1/2 -5/2 1/2 0 3 5/2 -3 0. കണ്ടോ? ഈ മെട്രിക്സിനെ രണ്ട് മെട്രിക്സിന്റെ സമ്മാക്കിയിട്ട് എഴുതി. ഇയാളുടെ പ്രത്യേകത എന്താ? ഇയാള് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. മറ്റേ ആളോ? ഇയാള് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. റെഡിയല്ലേ? അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആക്കിയിട്ട് എഴുതാൻ ചോദിക്കും. 6th ക്വസ്റ്റ്യൻ പറയുന്നത് if A, B are symmetric matrices of the same order, then AB minus BA is a option A പറയുന്നത് symmetric skew symmetric matrix, option B symmetric matrix, option C zero matrix, option D identity matrix. ഇവിടെ ഇതിൽ പറയുന്ന കാര്യം എയും ബിയും സിമെട്രിക് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ആണ്, B ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു B ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നത്. അങ്ങനെയെങ്കിൽ ആ എ ബി മൈനസ് ബി എ കുറിച്ചാണ് ചോദിക്കുന്നത്. എ ബി മൈനസ് ബി എ അത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്പോസ് എടുത്ത് നോക്കണ്ടേ? ട്രാൻസ്പോസ് എടുത്താൽ ഇത് തന്നെ കിട്ടുകയാണെങ്കിൽ സിമെട്രിക് ആണ്, ഇതിന് നേരെ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണ്. ഇനി സീറോ മെട്രിക്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ എ ബിയും ബി എയും ഈക്വൽ ആവുക. എ ബിയും ബി എയും ഈക്വൽ ആയാൽ മാത്രമല്ലേ എ ബി മൈനസ് ബി എ 0 ആവുള്ളൂ. അങ്ങനെയെങ്കിൽ സീറോ മെട്രിക്സ് ആകാനുള്ള പോസിബിലിറ്റി ഇവിടെ ഇല്ല. ജനറലി പറയാൻ സാധിക്കൂല, ആ ഒരു സ്പെഷ്യൽ കേസിൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ അതന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ട്രാൻസ്പോസ് എടുത്തു. ഇനി ഇത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് രണ്ടും ഒബേ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മിക്കവാറും ചാൻസ് ഏതിനാണ്? ഐഡന്റിറ്റി മെട്രിക്സിനാണ്. ഏതോ ആയിക്കോട്ടെ, ഞാൻ ചെയ്ത് നോക്കട്ടെ. എ ബി മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ്. എടാ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് ഉണ്ടെങ്കിൽ ആ ട്രാൻസ്പോസിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് അറിയില്ല നിങ്ങൾക്ക്? എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ എ ബി എന്നുള്ള ഒരു മെട്രിക്സ്, ബി എന്നുള്ള അനദർ മെട്രിക്സ്, ഇതിലേക്ക് ഈ ട്രാൻസ്പോസിനെ സ്പ്ലിറ്റ് ആക്കി കൊടുത്തൂടെ? അതായത് എ ബി ഓൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ് വരും. എടാ നമുക്കറിയുന്ന വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് വരിക. അങ്ങനെയെങ്കിൽ എ ബി ഓൾ ട്രാൻസ്പോസിനെ ഞാൻ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എഴുതി, മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസിന് ഞാൻ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എഴുതി. എടാ എയും ബിയും സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എ ആണ്, ബി ട്രാൻസ്പോസ് ബി ആണ്. അങ്ങനെയെങ്കിൽ ഇത് ബി എ മൈനസ് ഇതെന്താവും? എ ബി ആവും.
തുടക്കത്തിലുള്ള മെട്രിക്സ് എ ബി മൈനസ് ബി ആണ്. ഇതെന്താ ബി എ മൈനസ് എ ബി, അതിന്റെ നേരെ നെഗറ്റീവ് അല്ലേ? അതായത് നെഗറ്റീവിനായിട്ട് കോമൺ ആയിട്ട് ഔട്ട്സൈഡിലേക്ക് എടുത്താൽ മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ. അതായത് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്? എ ബി മൈനസ് ബി എ എന്നുള്ള മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്ത സമയത്ത് അതിന്റെ നേരെ നെഗറ്റീവ് കിട്ടി. അങ്ങനെയെങ്കിൽ എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് എ കിട്ടുകയാണെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരല്ലേ സ്ക്യൂ സിമെട്രിക്. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ is a skew symmetric matrix. That is option A is correct. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് if A is equal to cos alpha minus sin alpha sin alpha cos alpha then A plus A transpose is equal to I if the value of alpha is A എന്നുള്ള മെട്രിക്സ് ഇതാണ്. പിന്നെ പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ്? A plus A transpose which is equal to I ആണെങ്കിൽ ആൽഫക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് ചോദിച്ചത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. A എന്നുള്ള മെട്രിക്സ് എന്താണ്? cos ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളത്തിന് റോസ് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ കോസ് ആൽഫ സൈൻ ആൽഫ. ഇവിടെയോ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ഐ എന്നുള്ള മെട്രിക്സ് ഏതാ? 1 0 0 1. എടാ ഇത് തമ്മിൽ സം ചെയ്താൽ എന്താ വരിക? കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 cos alpha minus sin alpha plus sin alpha 0 sin alpha minus plus minus sin alpha 0 വരും. cos alpha plus cos alpha 2 cos alpha which is equal to 1 0 0 1. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവും. നിങ്ങൾക്ക് അറിയാം 0യും 0യും ഈക്വൽ ആവും. 2 cos alpha എന്തിനോട് ഈക്വൽ ആവും? ഇവിടെ മനസ്സിലായ കാര്യം 2 cos alpha 1നോട് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ കോസ് ആൽഫയുടെ വാല്യൂ 1/2. എടാ ആൽഫ കോസ് ഓഫ് എന്താണ് 1/2? കോസ് 60 ഡിഗ്രി ആയത് കോസ് π/3 അല്ലേ 1/2. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു π/3 ആണ് ആൻസർ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ.